നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി കോഴിക്കോട്ട് നിന്ന് വടക്കാഞ്ചേരി വഴി തൃശൂരിലേക്ക് മുഖ്യന്റെ യാത്ര. റൂട്ട് മാറ്റിയത് ചൂണ്ടൽ കുറ്റിപ്പുറം പാത കനത്ത മഴയിൽ തകർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ. കോഴിക്കോട്ട് മുഖ്യമന്ത്രിക്ക് നേരെ KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യത്തിൽ റൂട്ടിലുടനീളം പോലീസ് ഒരുക്കിയത് വൻ സുരക്ഷാ ക്രമീകരണം. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകൻ അമ്മയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് മാള വലിയകത്ത് വീട്ടിൽ ശൈലജ. മകൻ ഹാദിൽ പോലീസ് കസ്റ്റഡിയിൽ. സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് ഇന്ന് രാവിലെ. പറളിയിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചത് റോഡിൽ വാഴനട്ട്. പത്രിപ്പാല നഗരിപ്പുറം കനർ റോഡ് ബൈപ്പാസിനായുള്ള കാത്തിരിപ്പ് തുടരുന്നു. റോഡിനായുള്ള പ്രാഥമിക സർവേക്കു ശേഷം തുടർ നടപടികളുണ്ടായില്ല. ഭാരതപ്പുഴയിലെ തൃത്താല ഭാഗത്ത് വീണ്ടും പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. ജഡം പൊന്തിയത് സംഭരണിയുടെ ഷട്ടറിന് സമീപം. ജനങ്ങൾ ആശങ്കയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെണ്ടർമാർക്ക് തൊഴിൽ നിഷേധിച്ചതിനെതിരെ പ്രതിഷേധം. സദേൺ റെയിൽവേ കാറ്ററിംഗ് മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ പ്രകടനവും ധർണയും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി വടക്കാഞ്ചേരി വഴി മുഖ്യന്റെ യാത്ര. കോഴിക്കോട് പൊതുപരിപാടി കഴിഞ്ഞു വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനമാണ് ചൂണ്ടൽ കുറ്റിപ്പുറം പാതയിൽ വലിയ കുഴികൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ തൃശൂർ രാമനിലയത്തിലേക്കുള്ള യാത്ര വടക്കാഞ്ചേരി വഴിയാക്കിയത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ രൂപപ്പെട്ട വലിയ കുഴികളും ഗതാഗതക്കുരുക്കും ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രി തൃശൂരിലേക്ക് പോയത്. കോഴിക്കോട് പൊതുപരിപാടി കഴിഞ്ഞു വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനമാണ് ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കുഴികൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ തൃശൂർ രാമനിലയത്തിലേക്കുള്ള യാത്ര വടക്കാഞ്ചേരി വഴിയാക്കിയത്. മുഖ്യമന്ത്രിക്ക് നേരെ കോഴിക്കോട് KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യത്തിൽ കുന്നംകുളം നഗരത്തിലുൾപ്പെടെ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത്. തൃശൂർ ACP ബിജു K. സ്റ്റീഫൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. തുടർന്ന് 8:30 മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്നുപോയി. പെരുമ്പിലാവ്, കുന്നംകുളം, എരുമപ്പെട്ടി തുടങ്ങിയ മേഖലകളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മാളയിൽ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി. വലിയകത്ത് വീട്ടിൽ 43 വയസ്സുള്ള ശൈലജയാണ് മരിച്ചത്. കുടുംബവഴക്കിനെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കുത്തേറ്റ് രക്തം വാർന്ന് അവശനിലയിലായ ശൈലജയെ അയൽവാസികൾ ചേർന്ന് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മകൻ ഹാദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. പറളിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വാഴനട്ട് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പറളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പറളി ഗ്രാമപഞ്ചായത്തിലെ എടത്തറ 13-ാം വാർഡ് കാഞ്ഞിരത്തുപറമ്പ് കനാൽ റോഡാണ് ശോചനീയാവസ്ഥയിലായിരിക്കുന്നത്. ഈ പ്രദേശത്തെ നിരവധി കണക്കിന് ആളുകൾക്ക് ഏക ആശ്രയമാണ് ഈ റോഡ്. മഴ പെയ്താൽ ചളിക്കുളമാകുന്ന ഈ റോഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുന്നതും ബൈക്ക് യാത്രക്കാർ നിയന്ത്രണം തെറ്റി വീഴുന്നതും പതിവ് കാഴ്ചയാണ്. പഞ്ചായത്ത് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പറളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KA ഹക്കീം അധ്യക്ഷനായി. H. അബ്ദുള്ള, ഫിറോസ് KM, രമേശ് കണ്ണൻ, അബ്ദുൾ റസാഖ്, K. മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ സ്കൂൾ കുട്ടികൾ നടന്നു പോകുമ്പോൾ വഴിക്ക് വീഴുന്നതും ചളിയായി തിരിച്ച് വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റി വരേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അത് നിത്യ സംഭവമാണ്. 2 ദിവസം മുമ്പടക്കം ഈ പ്രദേശത്തെ സ്ത്രീകളാണ് കുട്ടികൾക്ക് ഡ്രസ്സ് അലക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് മാറാനുള്ള ഡ്രസ്സ് എത്തിച്ചു കൊടുത്ത് തിരിച്ച് സ്കൂളിലേക്ക് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും ഇവിടെ അധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല. ഈ പ്രതിഷേധം കണ്ടെങ്കിലും ഈ അധികാരികളുടെ കണ്ണ് തുറക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു അപകടം. ദിവാൻജി മൂലയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് സംഭവം. ഓട്ടോറിക്ഷ റെയിൽവേ റിസർവേഷൻ കൗണ്ടറിനടുത്ത് എത്തിയപ്പോൾ സമീപത്തെ കൂറ്റൻ വേപ്പുമരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ വീഴുകയായിരുന്നു. യാത്രക്കാരൻ ഇരിക്കുന്ന ഭാഗത്തിന് മുകളിലേക്കാണ് മരം വീണത്. ഭയന്ന യാത്രക്കാരൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയോടി. RPFും പോലീസും ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കനത്ത മഴയിൽ പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ മരം കടപുഴകി വീണു. സംസ്ഥാന പാതയിൽ പറളി ചെക്ക് പോസ്റ്റിനു സമീപമാണ് മരം കടപുഴകി റോഡിലേക്ക് വീണത്. ഞായറാഴ്ച പുലർച്ചെ 5:30യോടെയാണ് സംഭവം. നാട്ടുകാരും ക്രിട്ടിക്കൽ കെയർ എമർജൻസി ടീമും മങ്കര പോലീസും ചേർന്ന് മരം വെട്ടിനീക്കി. പാലക്കാട് തൃത്താലയിൽ ഭാരതപ്പുഴയിൽ വീണ്ടും പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. സംഭരണിയുടെ ഷട്ടറിന് സമീപമാണ് ജഡം പൊങ്ങിയത്. കഴിഞ്ഞ ദിവസവും പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തിയിരുന്നു. ഇതോടെ കടുത്ത ആശങ്കയിലാണ് ജനങ്ങൾ. ആശങ്ക പടർത്തി ഭാരതപ്പുഴയിൽ വീണ്ടും പോത്തിന്റെ അഴുകിയ ജഡം പൊങ്ങി. വെള്ളിയങ്കല ജലസംഭരണിയിലാണ് ഞായറാഴ്ച രാവിലെ ജഡം കണ്ടത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് റെഗുലേറ്ററിന്റെ ഷട്ടറിന്റെ സമീപത്ത് ജഡം കണ്ടത്. ഇതോടെ കടുത്ത ആരോഗ്യ ഭീഷണിയുടെ ഭീതിയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ ദിവസവും പുഴയിൽ പോത്തിന്റെ ജഡം കണ്ടെത്തിയിരുന്നു. 7ഓളം ജഡങ്ങൾ കണ്ടതായി മീൻപിടുത്തക്കാരും സ്ഥിരീകരിച്ചിരുന്നു. ജഡം പൊങ്ങിയ സാഹചര്യത്തിൽ പുഴവെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് വെള്ളിയങ്കല ജലസംഭരണിയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു. പോത്തിന്റെ ജഡം കണ്ടെത്തിയ സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി എം ബി രാജേഷ് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെണ്ടർമാരുടെ തൊഴിൽ നിഷേധിച്ചതിനെതിരെ BMS പ്രതിഷേധം. സദേൺ റെയിൽവേ കാറ്ററിംഗ് മസ്ദൂർ സംഘം BMS ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഷൊർണൂർ SMB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ ധർണ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്റ്റാളെടുത്ത് ബിനാമികളുടെ പേരിൽ എടുത്തിട്ടുള്ള ഈരോട് മുസ്തഫ എന്ന ഒരു മാടമ്പി തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ സ്റ്റാളുകളെല്ലാം തന്നെ കൃത്യമായി അതിൻ്റെ വാടക അടയ്ക്കാതിരിക്കുകയും കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങിക്കൊണ്ട് വെണ്ടർമാരുടെ ഫീസ് അടയ്ക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള ഒരു ഉത്തരമാണ് അവർ നമുക്ക് നൽകിയത്. മറിച്ച് നമ്മൾ അന്വേഷിച്ച സമയത്ത് വെണ്ടർമാരുടെ ഫീസ് അടയ്ക്കാൻ നിയമപരമായി ഒരു തടസ്സവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ റെയിൽവേയുടെ നിയമത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടിയിട്ടാണ് ഈ മാടമ്പി ഷൊർണൂരിലെ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇതിന് അനീതി കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് KR സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ K ഗംഗാധരൻ, ജോയിന്റ് സെക്രട്ടറി രാജു തത്തനംപുള്ളി, യൂണിറ്റ് സെക്രട്ടറി R സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല നഗരിപ്പുറം കനാൽ റോഡിൽ ബൈപ്പാസ് നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായില്ല. അന്തരിച്ച മുൻ MLA KV വിജയദാസിന്റെ നേതൃത്വത്തിൽ റോഡിനുള്ള പ്രാഥമിക സർവേ നടന്നെങ്കിലും തുടർ നടപടികളായില്ല. പത്തിരിപ്പാല ടൗൺ എത്തുന്നതിന് മുൻപുള്ള കനാൽ റോഡാണ് ബൈപ്പാസ് റോഡിനായി അധികൃതർ കണ്ടെത്തിയത്. 2.5 മീറ്റർ കനാൽ റോഡും ബാക്കിയുള്ളവ മലമ്പുഴ കനാലുമാണ്. റോഡും കനാലും ചേർന്നാൽ ഏകദേശം 15 മീറ്ററിലേറെ വീതിയുള്ള റോഡാക്കി മാറ്റാൻ കഴിയും. നഗരിപ്പുറത്തെ തുടക്കം റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരമാണ് കനാൽ റോഡ്. ഈ പാത പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലാണ് എത്തിച്ചേരുക. കോങ്ങാട് നിന്ന് വരുന്ന വാഹനങ്ങൾ ടൗണിലെത്താതെ കനാൽ റോഡിലൂടെ തിരിഞ്ഞ് സംസ്ഥാന പാതയിലെത്തി ടൗണിലെത്താം. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അപകടവും പത്തിരിപ്പാലയിലെ ഗതാഗത കുരുക്കും ഒഴിവാക്കാനാകും. ബൈപ്പാസ് നിർമ്മാണത്തിൽ MLA ഇടപെട്ട് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ട്രഷററും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും അൻവർ സാദിഖ് അറിയിച്ചു. പലതവണ അധികാരികളോട് സൂചിപ്പിച്ചിട്ടും ഉടൻ വരുന്നു എന്ന് പറയുകയല്ലാതെ അത് യാഥാർത്ഥ്യമാവുന്നില്ല എന്നുള്ളതാണ് സത്യം. എത്രയും വേഗം ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളൊന്നായ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ ജനപ്രതിനിധികളും ഒന്നിച്ചു നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഷൊർണൂരിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ഷൊർണൂർ നഗരസഭയും MSA ഷൊർണൂരും സംയുക്തമായാണ് ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കായികരംഗത്ത് നിലവിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടുതൽ പേരെ കായികരംഗത്തേക്ക് കൊണ്ടുവരാൻ, അതുവഴി നമുക്ക് ലഹരിക്ക് അടിമപ്പെടാത്ത ഒരു
സമൂഹത്തെ വാർത്തെടുക്കാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയിലാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഒളിമ്പിക് റൺ ടൗണിൽ സമാപിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും മുൻ കായിക താരവുമായ ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി ഗോപാലൻ, കമ്പാനിയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു എന്നിവർ സംസാരിച്ചു. MSA അക്കാദമി പ്രസിഡന്റ് റഫീഖ് സ്വാഗതവും അധ്യാപകൻ അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ ഒഡീസി നാടോടി നൃത്താവതരണം നടന്നു. കേരള കലാമണ്ഡലത്തിൻ്റെയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പീക്ക് മക്കയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നൃത്താവതരണം നടന്നത്. ഗോട്ടിപ്പൂവ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒഡീസി നാടോടി നൃത്തരൂപമാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിച്ചത്. വർഷങ്ങൾക്കു ശേഷമാണ് കലാമണ്ഡലത്തിൽ ഇത്തരത്തിലൊരു നൃത്തം അരങ്ങിലെത്തുന്നത്. അന്യം നിന്നുപോകുന്ന കലകളെ പൊതുവേദികളിൽ അവതരിപ്പിക്കുക എന്നതാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പീക്ക് മാക്ക് എന്ന സംഘടനയുടെ ലക്ഷ്യം. ആൺകുട്ടികൾ പെൺവേഷം കെട്ടി മാത്രം കളിക്കുന്ന നൃത്തരൂപം കൂടിയാണ് ഗോട്ടിപ്പൂവ. 8 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികളാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഒറീസയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ദേവദാസി നൃത്തം സ്ത്രീകൾ ചെയ്തിരുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം പ്രശ്നമായതോടെ ആൺകുട്ടികളെ വെച്ച് മാത്രം നൃത്തം ദേവദാസി രൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗോട്ടി എന്നു പേരുള്ള ഈ നാടോടി രൂപം ഉരുത്തിരിഞ്ഞു വന്നതെന്ന് കോർഡിനേറ്റർ ഉണ്ണി വാര്യർ കോട്ടയ്ക്കൽ പറഞ്ഞു. പിന്നെ വരാമെന്ന്. അപ്പോൾ അതേപോലെ ഞങ്ങളിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒറീസയിലത്തെ ഒരു നാടോടി നൃത്തരൂപമാണ്. അന്ന് ചൗ എന്നുള്ളത് ബംഗാളിലത്തെ ആയിരുന്നു അല്ലേ. ഇത് അതിൻ്റെ ഇപ്പുറത്തെ അടുത്ത സ്റ്റേറ്റായ ഒറീസ എന്നാണ്. ഗോട്ടിപ്പൂവ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. എന്താണ് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അത് ഒറിയ വാക്കാണ്. ഗോട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന്, പൂവ എന്ന് പറഞ്ഞാൽ കുട്ടി. അപ്പോൾ ഒരു കുട്ടി ചെയ്തു വന്നിരുന്ന ഒരു നൃത്തരൂപമായിരുന്നു അത്ര ഇത്. ഇപ്പോൾ അത് ഒന്നിന് കൂടുതലായി. ഒറീസയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അറിയാവോ ഏതാന്ന്? നമ്മുടെ ഗുരുവായൂരിനെയൊക്കെ പോലെ. അറിയില്ല? വെരി ഗുഡ്. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം വിഷ്ണുവിൻ്റെ അവതാരമായി രൂപമായിട്ടാണ്. അവിടെ ഒരു കാലത്ത് ദേവദാസി നൃത്തം നടന്നു വന്നിരുന്നു അത്ര. അത്താഴപ്പൂച്ചയ്ക്ക് ശേഷം ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ദേവദാസി നൃത്തം, അത് ദേവന് വേണ്ടി മാത്രം ചെയ്തു വരുന്ന മഹാരീസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അത്ര ചെയ്തു വന്നിരുന്നത്. അത് പിന്നീട് കാലം ചെന്നപ്പോൾ അത് നിരോധിക്കപ്പെട്ടു, ബാൻ ചെയ്തു. കാരണം സ്ത്രീകളൊന്നും അന്ന് കാലത്ത് നൃത്തം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്തു? ആ ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ കോസ്റ്റ്യൂം ചെയ്തിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി, ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട്. ചടങ്ങിൽ നൃത്താധ്യാപകനായ വിജയ് സാഹുവിനെയും നൃത്തം അവതരിപ്പിച്ചവരെയും മൊമൻറ്റോ നൽകി കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ ഞാറക്കോട് വായനശാല സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണ പരിപാടി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് NK ഷാജി ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി ബ്രിജേഷ് N സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡ് മെമ്പർ പ്രീത, എഴുത്തുകാരൻ രമേശ് മങ്കര,
രാമകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് പ്രദേശത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര വാഴക്കോട് SV റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. പ്രവർത്തനോദ്ഘാടനം കുന്നംകുളം ACP മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. സാമൂഹിക വിരുദ്ധരുടെ ശല്യത്തെ തുടർന്നാണ് വാഴക്കോട് അകമല ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഒരു പറ്റം വീട്ടുകാരുടെ സംഘടനയായ SV റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനായി മുൻകൈയെടുത്തത്. ഈ മേഖല വനപ്രദേശം കൂടിയായതിനാൽ നിരവധി സാമൂഹിക വിരുദ്ധരാണ് ദിനംപ്രതി ഇവിടെയെത്തി വിവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരുടെയും കൂടി നിർബന്ധത്തെ തുടർന്നാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. അപ്പോൾ അതിനെ തടയുന്നതിന് നമ്മുടെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളോ അത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളോ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതിനെതിരെ ഒരു ജാഗ്രത നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമറയെ നമ്മൾ കാണുന്നത്. ചടങ്ങിൽ വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ PR മിഥുൻലാൽ അധ്യക്ഷനായി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡംഗം ഹാദിയ അമീർ, അഡ്വക്കേറ്റ് മഹീഷൻ, വിജി ഷള്ളന്നൂർ, സെക്രട്ടറി പ്രഭിത പ്രകാശ്, PK രവി തുടങ്ങിയവർ സംസാരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയാണ് ക്യാമറ പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ വെച്ച് ക്യാമറ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്യാമറ ഓപ്പറേറ്റർ ശ്രീജേഷ് ക്ലാസ് എടുത്തു. SV റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AC ദേവരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നസീർ ഹസൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി കോഴിക്കോട്ട് നിന്ന് വടക്കാഞ്ചേരി വഴി തൃശൂരിലേക്ക് മുഖ്യന്റെ യാത്ര. റൂട്ട് മാറ്റിയത് ചൂണ്ടൽ കുറ്റിപ്പുറം പാത കനത്ത മഴയിൽ തകർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ. കോഴിക്കോട്ട് മുഖ്യമന്ത്രിക്ക് നേരെ KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യത്തിൽ റൂട്ടിലുടനീളം പോലീസ് ഒരുക്കിയത് വൻ സുരക്ഷാ ക്രമീകരണം. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകൻ അമ്മയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് മാള വലിയകത്ത് വീട്ടിൽ ശൈലജ. മകൻ ഹാദിൽ പോലീസ് കസ്റ്റഡിയിൽ. സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് ഇന്ന് രാവിലെ. പറളിയിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചത് റോഡിൽ വാഴനട്ട്. പത്തിരിപ്പാല നഗരിപ്പുറം കനർ റോഡ് ബൈപ്പാസിനായുള്ള കാത്തിരിപ്പ് തുടരുന്നു. റോഡിനായുള്ള പ്രാഥമിക സർവേക്കു ശേഷം തുടർ നടപടികളുണ്ടായില്ല. ഭാരതപ്പുഴയിലെ തൃത്താല ഭാഗത്ത് വീണ്ടും പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. ജഡം പൊന്തിയത് സംഭരണിയുടെ ഷട്ടറിന് സമീപം. ജനങ്ങൾ ആശങ്കയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെണ്ടർമാർക്ക് തൊഴിൽ നിഷേധിച്ചതിനെതിരെ പ്രതിഷേധം. സദേൺ റെയിൽവേ കാറ്ററിംഗ് മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ പ്രകടനവും ധർണയും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.